സുധാകരനെ CPM കടന്നാക്രമിക്കുമ്പോൾ മറുപടി പറഞ്ഞും UDF യോഗത്തിൽ പങ്കെടുത്തും സുധാകരൻ. അമ്പലപ്പുഴയിലെ UDF ജനറൽ ബോഡി അംഗമായിരുന്നു സുധാകരൻ പങ്കെടുത്ത UDFന്റെ ആദ്യ ഔദ്യോഗിക പരിപാടി. അമ്പലപ്പുഴയിൽ എന്തിന് സുധാകരനെ പിന്തുണയ്ക്കണമെന്ന് വിശദീകരിക്കുകയായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട. CPM അംഗത്വം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുധാകരനെ എന്തിനു പിന്തുണയ്ക്കണം എന്നതിലുള്ള വിശദീകരണമായിരുന്നു അമ്പലപ്പുഴയിൽ ചേർന്ന UDF ജനറൽ ബോഡി യോഗത്തിലെ പ്രധാന അജണ്ട. മാറിവന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്തുണ നൽകുന്നത് അനിവാര്യമെന്ന് നേതാക്കൾ വിശദീകരിച്ചു. UDF പിന്തുണ നേടിയ ശേഷം സുധാകരൻ പങ്കെടുക്കുന്ന ആദ്യ ഔദ്യോഗിക യോഗമായിരുന്നു അമ്പലപ്പുഴയിലേത്. ഇതേസമയം LDF തെരഞ്ഞെടുപ്പ് വേദികളിൽ സുധാകരനെതിരെ കടന്നാക്രമണം തുടരുകയാണ്. സുധാകരൻ അധികാരമോഹിയെന്നും ദുരാഗ്രഹിയെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ആക്ഷേപിച്ചു. മരിക്കും വരെ MLA ആവണം എന്ന ആഗ്രഹം പാർട്ടി നടപ്പാക്കി കൊടുക്കാത്തതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആദ്യത്തെ ആളായി മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ പറ്റുമോ? അവസാനം വരെ ഈ പദവി വിടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാഗ്രഹത്തിന് എന്താ മലയാളത്തിൽ പറയാ? ആ ആഗ്രഹത്തിൻ്റെ മലയാളത്തിൻ്റെ പേര് ദുരാഗ്രഹം എന്നാണ്. ദുരാഗ്രഹമാണ്. ആ ദുരാഗ്രഹത്തിൻ്റെ കൂടെ പാർട്ടിക്ക് നിൽക്കാൻ പറ്റുമോ? എന്ത് ന്യായമാണ് പറയുന്നത്? വിജയരാഘവൻ അമ്പലപ്പുഴയിൽ 10 വേദികളിൽ പ്രസംഗിച്ചാൽ തനിക്ക് 5000 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു A. വിജയരാഘവനുള്ള സുധാകരന്റെ പരിഹാസ മറുപടി. അദ്ദേഹം ഇവിടെ 10 മീറ്റിംഗ് പ്രസംഗിച്ചാൽ എനിക്ക് 5000 വോട്ട് പോകും. ഇതാ പ്രശ്നം. അമ്പലപ്പുഴയൊന്നും വിജയരാഘവൻ അറിയില്ല. ആലപ്പുഴ കമ്മിറ്റി കൂടാൻ വന്നിട്ടേ ഉള്ളൂ ചാർജായിട്ട്. നാടിനെ പറ്റിയൊന്നും അറിയില്ല. വിജയരാഘവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ. ആ പാവത്തൊക്കെ വിട്ടായിരുന്നു. നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്ത് ഇന്നലെ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോയോടെ സുധാകരനു വേണ്ടിയുള്ള UDF പ്രചരണം സജീവമായി. പോസ്റ്റർ പ്രചരണവും മണ്ഡലത്തിൽ UDFന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ജനം, ആലപ്പുഴ.